മലപ്പുറം കോഡൂരിനടുത്ത് പെരിങ്ങോട്ടുപുലത്തെ പഴയടത്ത് കുടുംബത്തിന് 4 തലമുറകൾ മുമ്പുള്ള സംഭവമാണിത്. പെരിങ്ങോട്ടുപുലത്തെ പഴയടത്ത് കുഞ്ഞുമൊയ്തീൻ കരിവീട്ടിയിൽ മൂസത്ത് എന്ന പ്രമാണിയുടെ കയ്യിൽ നിന്നും വീട് വാങ്ങി. വീട് പുതുക്കി പണിയുന്നതിന് കുറ്റിയടിക്കാനെത്തിയത് മമ്പുറം സയ്യിദ് അലവി തങ്ങൾ. അന്നാണ് തങ്ങൾ ഇവർക്ക് ഖുർആൻ നൽകിയത്. അതെന്തിനായിരുന്നുവെന്നത് വേറെ കഥ. ഇവിടെ പിശാചിന്റെ ശല്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ വീട് പണി കഴിഞ്ഞതിന് ശേഷം ഇനി ആ വീട്ടിലും ആ പ്രദേശങ്ങളിലും ആ വളപ്പിലും ഇത്തരം ശല്യങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മുസാഫും പരിശുദ്ധ ഖുർആന്റെ കയ്യെഴുത്ത് പ്രതിയും അദ്ദേഹത്തിൻ്റെ തൊപ്പിയും അത് വെക്കാനുള്ള പെട്ടിയും വെച്ച് ഓതാനുള്ള ഇറയലും വല്ലിപ്പാക്ക് സമ്മാനിച്ചു. മമ്പുറം തങ്ങൾ സ്വന്തം കൈപ്പടയിൽ പകർത്തിയെഴുതിയ ഖുർആനും വായനാപീഠവും ഇതു രണ്ടും സൂക്ഷിക്കാനുള്ള പെട്ടിയും ഇവിടെയുണ്ട്. ഇതിനേക്കാളേറെ അതിശയിപ്പിക്കുന്നതാണ് പ്രിന്റിങ്ങിനെ തോൽപ്പിക്കുന്ന കയ്യെഴുത്തിന്റെ ഭംഗി. പഴയ പൊന്നാനി ലിപിയിലുള്ള വിശുദ്ധ ഗ്രന്ഥത്തിന് 1 അടിയോളം നീളവും 3/4 അടിയോളം വീതിയുമുണ്ട്. കറുപ്പ് മഷിയിലാണ് പകർത്തിയെഴുതിയതെങ്കിലും തുടക്കവും ഖുർആൻ പാരായണ നിബന്ധനകളും ചുവപ്പ് മഷിയിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫാത്തിഹ, അൽബക്കറ തുടങ്ങിയ ആദ്യാധ്യായങ്ങളുടെ പേജുകൾ ബഹുവർണ്ണങ്ങളിലുമാണ്. മതപണ്ഡിതൻ എന്നതോടൊപ്പം ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ പടനയിച്ച മമ്പുറം തങ്ങൾ സമ്മാനിച്ച ഖുർആൻ പ്രതിയാണ് റമദാനിലും ഈ കുടുംബത്തിന്റെ കൂട്ട്. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, മലപ്പുറം.